എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. നമുക്കിന്ന് അവലും പഴവും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പി കാണാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ കറുത്ത ഹൽവയുടെ കളറും ടെക്സ്ചറും ഒക്കെയാണ്. പിന്നെ പഴത്തിൻ്റെ ഫ്ലേവറിലുള്ള ഒരു ഹൽവ കൂടിയാണ്. എന്നാലും നമുക്ക് ഇത് പഴം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാകുകയൊന്നുമില്ല. അവലും പഴവും ശർക്കരയും നെയ്യും ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് അവൽ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 240 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളറിൽ അവലോ വൈറ്റ് അവലോ ഉപയോഗിക്കാം. ഞാൻ റെഡ് കളറിൽ അവലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ക്രിസ്പി ആവുന്നവിടെ വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഇത് തണുക്കുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അവൽ കൂടാതെ നമുക്ക് പഴമാണ് വേണ്ടത്. ഞാൻ 4 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പഴം നമുക്ക് ആദ്യം മുറിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കറുത്തുപോയ പഴമായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ പഴം നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന അവലിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഞാൻ ആദ്യം 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് പിന്നീട് എത്ര വേണമെന്നനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയിൽ അടിക്കുന്നതിന് മുന്നേ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കറക്കിയെടുക്കുക, അല്ലെങ്കിൽ അത് കറങ്ങാൻ പാടായിരിക്കും. ഞാനത് വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം ഞാൻ 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മുതൽ 3 കപ്പ് വരെ പാല് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. പാൽ അത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്താലും മതി ബാക്കി. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. സാധാരണയായിട്ട് ഹൽവയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ലൂസായിട്ടാണ് ബാറ്റർ നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നീട് മണിക്കൂറുകളോളം നമ്മൾ നെയ്യിലിട്ടത് ഇളക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിന്ന് കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ലൂസിൽ മാത്രമാണിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ മധുരത്തിനായിട്ട് നമുക്ക് ശർക്കരയാണ് വേണ്ടത്. അപ്പം ഞാൻ ചെറിയ സൈസിലുള്ള 2 ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കണം. വളരെ കുറച്ച് വെള്ളത്തിലാണ് ഞാനിന്നത് ഉരുക്കിയെടുക്കുന്നത്. ഒരുപാട് നേരം നമ്മളല്ലെങ്കിൽ കുറുക്കിയെടുക്കേണ്ടി വരും ഹൽവ. ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എൻ്റേത് നോൺ സ്റ്റിക്ക് അല്ല. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ചേർത്ത് കൊടുത്ത് ഈ പഴം നല്ലപോലെ ഒന്ന് പച്ചച്ചുവയൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ശർക്കര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ ഒരു പച്ചച്ചുവ മാറി കിട്ടില്ല. കാരണം ശർക്കര വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് അധികം വേവില്ല. അപ്പോൾ നെയ്യിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല ഇങ്ങനെ ഗ്ലോസി ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ശർക്കര പാനീയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കിയിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് അനക്കാതെ വെച്ചിട്ട് ഒരു അരിപ്പയിൽ കൂടി വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഇതുപോലെ തിളക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു മണമൊക്കെ മാറി വരുന്നുണ്ട്. കളറും കുറച്ച് ഡാർക്കായി വരും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ കഴിവതും നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതിങ്ങനെ നെയ്യിൽ വേണം യഥാർത്ഥത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനീയം ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം എന്തെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് വെക്കുക. കാരണം ഇത് അടിയിൽ കരിയാതിരിക്കണം. നല്ല അടികട്ടിയുള്ള പാത്രം എടുക്കാനും ശ്രദ്ധിക്കുക. ശർക്കര പാനീയം ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് ആദ്യം ഇങ്ങനെ കട്ടകട്ടയായിട്ടിരിക്കുന്നതൊക്കെ തോന്നും. കുറച്ചു നേരം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം ആ കട്ടയൊക്കെ പോയി നല്ല യോജിച്ച് കിട്ടും. ഹൽവ ഉണ്ടാക്കുന്നത് പറയുന്നത് നല്ല സമയമെടുക്കുന്നൊരു ജോലിയാണ്. പണ്ട് സമയത്തൊക്കെ ഒരുപാട് മണിക്കൂറുകളോളം നിന്ന് ഇതുപോലെ ഒരുപാട് നെയ്യ് ചേർത്ത് ഇളക്കിയാണ് നമ്മൾ ഹൽവയാക്കി എടുത്തിരുന്നത്. ഇന്ന് നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുമ്പോൾ അത്രയും നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും സമയം എടുക്കുന്നൊരു ജോലിയാണ്. അതുപോലെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ തിളച്ച് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ ഇളക്കിയാണ് നമ്മളിത് കുറുക്കിയെടുക്കുന്നത്. ഒരുപാട് നേരം ഹൈ ഫ്ലെയിമിൻ്റെ അടുക്ക് ഫോൺ വെച്ചിട്ട് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലാത്തതുകൊണ്ടിട്ടാണ് ഇത്രയുമൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന നെയ്യൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല കുറുകിയതായി ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടിയും കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കാം. ബ്രോക്കൺ കാഷ്യൂസ് ആണ്, മുഴുവനത്തെ ഉള്ള അണ്ടിപ്പരിപ്പല്ല. നല്ല കാര്യമായിട്ട് ചേർത്ത് കൊടുത്താലായിരിക്കും നമുക്ക് കഴിക്കുമ്പം ആ ഒരു കടിക്കാനൊക്കെ കിട്ടുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന നെയ്യെല്ലാം പുറത്തേക്ക് ഇത് വരാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്യൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്നതിന് മുന്നേ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്.
അപ്പോൾ നെയ്യൊക്കെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഹൽവ വിട്ട് നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നൊരു പരുവം എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് തടവി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി, ഇതിനിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറ്റിയതിന് ശേഷം നമുക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ നല്ല ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് ഒരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും ഇതൊന്ന് തണുത്ത് കിട്ടാനായിട്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് രാത്രി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്നൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ വരുന്നത്. നമ്മൾ കറക്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്ന കറുത്ത ഹൽവ, വലിയുന്ന ഹൽവയല്ല, നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റുന്ന ഹൽവയില്ലേ, ആ ഒരു ഹൽവയുടെ ടെക്സ്ചറൊക്കെയാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. പഴം കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾ, പഴം കുറുക്കി ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ സമയമുള്ളപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സമയം എടുക്കുന്ന ഒരു ജോലി തന്നെയാണ്, ഞാൻ വെറുതെ പറയുകയല്ല. അതുപോലെ തന്നെ കുറച്ചും കൂടെ ലൂസായിട്ടാണ് സാധാരണയായിട്ട് അരച്ചെടുക്കാറുള്ളത്. ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത്രയും ടൈറ്റായിട്ട് അരയ്ക്കുന്നത്. പക്ഷേ ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആദ്യം കുറച്ച് നെയ്യ് കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.